അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് വലമ്മ ഫതഹു മതാഅഹും വജദു ബിദാഅതഹും റുദ്ദത് ഇലൈഹിം. മിസ്റിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ഭക്ഷ്യവസ്തുക്കളുമായി വന്നു. അപ്പോൾ ഒലമ്മ ഫതഹു മതാഅഹും, അവരുടെ ഭക്ഷ്യവസ്തുക്കളുള്ള ആ സഞ്ചികൾ അല്ലെങ്കിൽ കിഴികളൊക്കെ തുറന്നു നോക്കിയപ്പോൾ, കിഴികൾ എന്ന് പറയാൻ പറ്റില്ല, അനഹബ്ല ബഹീറൻ, വലിയ ചാക്കുകൾ, അത് തുറന്നു നോക്കിയപ്പോൾ അവരുടെ ചരക്കുകൾ അവർക്ക് തന്നെ തിരിച്ച് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ് ഖാലു യാ അബാന, വാപ്പ എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്താ പറയുന്നത്? അവർ വാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയാണ് മാനബഗി. എന്താ മാനബഗി? മാനബഗി, നമുക്കിനി എന്ത് വേണോ? അതീ ബിദാഅത്തുന ഖദ് റുദ്ദത്ത് ഇലൈന. ഇതാ നമ്മളുടെ ബിദാഅത്ത്, നമ്മൾ കൊണ്ടുപോയി ഇട്ടുള്ള ചരക്കുകളൊക്കെ നമുക്ക് തന്നെ ഇതാ തിരിച്ച് നൽകപ്പെട്ടിരിക്കുന്നു. വനമീറു അഹ്ലന വനഹ്ഫദു അഖാന വനസ്ദാദു കൈല ബഈർ ദാലിക കൈലുൻ യസീർ. അവരിങ്ങനെ പറയാണ്, നമുക്ക് ഇനിയും നമ്മുടെ കുടുംബത്തിന് എന്ത് ചെയ്യാം, ഭക്ഷ്യവസ്തുക്കൾ അവിടുന്ന് വാങ്ങിക്കാം, നമ്മുടെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. അതേപോലെ തന്നെ വനസ്ദാദു കൈല ബഈർ, ഒരൊട്ടകത്തിൻ്റെ കെയിൽ നമുക്കത് ഇനി ഏറെ കിട്ടും, ബിന്യാമീനെ ഞങ്ങളുടെ കൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ ദാലിക കൈലുൻ യസീർ. അത് നമ്മൾ പറഞ്ഞു വെച്ചത്. അവർ ഈ മുറിഞ്ഞ് പറയണേ നോക്കിയേ, അവരുടെ ആ പറച്ചിൻ്റെ ശൈലി എന്താ? അവർ പറയാണ് യാ അബാന മാനബഗി, ഇനി നമുക്ക് എന്ത് വേണോ? ഇതാ നമ്മുടെ ചരക്കുകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നു. പിന്നെ അവർ പറയാണ് വനമീറു അഹ്ലന, ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുടുംബത്തിന് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് വാങ്ങിക്കാം. വനഹ്ഫദു അഖാന, സഹോദരനെ ഞങ്ങൾ സംരക്ഷിക്കും. ഇനിയും ഞങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങും, സഹോദരനെ സംരക്ഷിക്കും. പിന്നെ വനസ്ദാദു കൈല ബഈർ ദാലിക കൈലുൻ യസീർ. അപ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് അവർ ഓരോന്ന് പറയുന്നത് എന്തിനറിയാം? വാപ്പാനെ പാട്ടിൽ നുറാവിദു അൻഹു അബാ എന്ന് പറഞ്ഞില്ല, വാപ്പാനെ നമ്മൾ ഇത് ഈ മുറാവത നടത്തുമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ച് ഞങ്ങളെ സഹോദരനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ യൂസുഫിനോട്, അത് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ഇങ്ങനെ മുറിഞ്ഞ് സംസാരിച്ചിട്ട്. മനസ്സിലായോ? മാനബിഹി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എന്തു വേണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഫാം തഅജ്ജുബിയാൽ, ഇനി നമുക്ക് എന്തു വേണം, ഇതുണ്ടല്ലോ നമ്മുടെ ചരക്കുകളൊക്കെ നമുക്ക് തന്നെ കിട്ടിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. ചിലർ പറഞ്ഞത് മാനബിഹി എന്ന് പറഞ്ഞാൽ നാഫിയ, ഇനി നമുക്കൊന്നും വേണ്ട, ഇനി പ്രൂഫായിട്ട് ഒന്നും വേണ്ട, ഇതാ നമ്മുടെ ചരക്കുകൾ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറയാം. ചിലർ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ മൂസൂല അല്ലദി നബഗി, നാം എന്താണോ കൊതിക്കുന്നത്, ആഗ്രഹിച്ചത്, അതൊക്കെ ദാ നമ്മുടെ ചരക്കുകൾ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ മാൻ്റെ അർത്ഥം ഒന്നുകിൽ അത് ഇസ്തിഫാമിയ എന്ന് പറയും, ഇനി നമുക്ക് എന്ത് വേണം, ഒരാശ്ചര്യത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നിരാകരണത്തിന് നമുക്കൊന്നും വേണ്ട, ഇതാ നമ്മളുടെ കൊണ്ടുപോയതൊക്കെ നമുക്ക് തന്നെ തിരിച്ചിട്ടീന് എന്ന അർത്ഥത്തിൽ. അല്ലെങ്കിൽ മാ നന ഇസ്മു മൗസൂല അല്ലദീ നബഗി, നാം എന്താണോ കൊതിക്കുന്നത് അതിതാ കിട്ടിയിരിക്കുന്നു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് തന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഏതായാലും അത് നമ്മളിവിടെ വിശദീകരിച്ച് കഴിഞ്ഞാണ്. ഇനി ഇവിടെ തുടർന്ന് പറയുന്നത്, ഇപ്പോൾ മക്കളിത് പറയാണ്, ഇതൊക്കെ പറഞ്ഞ ബിന്യാമീനെ അവരുടെ കൂടെ എന്ത് ചെയ്യണം, അടുത്ത തവണ അവർ കനാൻ ദേശത്ത് നിന്ന് മിസ്റിലേക്ക് പോകുമ്പോൾ ബിന്യാമീനെ കൂടെ വിട്ടു തരണം, കൊണ്ടുപോകണം, വാപ്പ വിട്ടു തരണം. അപ്പോൾ വാപ്പാൻ്റെ പ്രതികരണം എന്താണ്? ഖാല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു, ലൻ ഉർസിലഹു മഅക്കും. ലൻ ഉർസിലഹു, എന്താ ലൻ? ഉർസിലഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അയക്കുന്നതാണ്, മഅക്കും നിങ്ങളുടെ കൂടെ. അതിന് മുമ്പിൽ ലൻ വന്നാണ് അലിൽ അബദ്, എന്നേക്കുമായി നിരാകരണമാണ്. ലൻ ഉർസിലഹു മഅക്കും, നിങ്ങളുടെ കൂടെ ഞാൻ അവനെ അയക്കൂല. ലൻ ഉർസിലഹു, നിങ്ങളുടെ സഹോദരൻ ബിന്യാമീനെ ഞാൻ അയക്കുകയില്ല, മഅക്കും നിങ്ങളുടെ കൂടെ. അവിടെ അയക്കുകയില്ല എന്നുള്ളതിന് ലെന്നാണ് പ്രയോഗിച്ചത്. ലെൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ, ഭാവിയിലൊരു കാര്യം നിരാകരിക്കാനാണ്.
ഞാൻ അയക്കുകയേ ഇല്ല എന്ന്. ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹ് ലതഅ്തുന്നനി ബിഹി, ഹത്ത ഏതുവരേക്കും, തുഅ്തൂനി നിങ്ങളെനിക്ക് കൊണ്ടുവരുന്നത് വരെ, നിങ്ങളെനിക്ക് നൽകുന്നത് വരെ, ഹത്ത തുഅ്തൂനി നിങ്ങളെനിക്ക് നൽകുന്നത് വരെ. എന്ത്? മൗസിഖൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു മൗസിഖ്. മൗസിഖ് എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ്, കരാർ. അത് നമുക്ക് വിശദീകരിക്കാം എന്താണെന്ന്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു മൗസിഖ് നിങ്ങൾ എനിക്ക് തരുന്നത് വരെ ലൻ ഉർസിലഹു മഅക്കും, നിങ്ങളുടെ കൂടെ ബിന്യാമീനെ ഞാൻ അയക്കുകയേ ഇല്ല എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കട്ടായം പറഞ്ഞു. അള്ളാഹുവിൽ നിന്നുള്ള മൗസിഖ് അതെന്താണ്? അതെങ്ങനെയാണ്? ലതഅ്തുന്നനി ബിഹി. എന്താ ലതഅ്തുന്നനി? ല എന്ന് പറഞ്ഞാൽ വല്ലാഹി ല, അള്ളാഹുവാനെ ഉറപ്പായിട്ടും, തഅ്തുന്നനി നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ, ലതഅ്തുന്നനി നിങ്ങൾ എൻ്റെ അടുക്കൽ എത്തിക്കും, അല്ലെങ്കിൽ കൊണ്ടുവരും, ബിഹി അവനെ, നിങ്ങൾ എൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന ഒരു ഉറപ്പ്. വിശദീകരിക്കും, മനസ്സിലാക്കും. ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ തീരെ, ഈ മക്കളെ 10 പേര് വിശ്വാസമല്ല. കാരണം എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ്, ഒരു മാസത്തിന് 2 തവണ കടി ഏൽക്കൂലെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ. ഒരു കടി ഏറ്റ് ഇനിയൊരു കടിയും കൂടി ഏൽക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ലൻ ഉർസിലഹു അവനെ ഞാൻ അയക്കുകയില്ല മാക്കും നിങ്ങളുടെ കൂടെ. ഹത്താ തുഅ്തൂനി നിങ്ങളെനിക്ക് തരുന്നത് വരെ, നൽകുന്നത് വരെ. നീ എന്നാണ്, ഇത് നൂനുൽ വിഖായ എന്ന് പറയും. നീ എനിക്ക് നിങ്ങൾ നൽകുന്നത് വരെ. മൗസിഖൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു മൗസിഖ്. എന്താണ് ഈ മൗസിഖ്? മൗസിഖ് എന്ന് പറഞ്ഞെങ്കിൽ മീമിയായ മസ്ദർ എന്നാണ് പറയുക. മീസാഖ്. എന്താ മീസാഖ്? മീസാഖ് എന്ന് പറഞ്ഞാൽ കരാർ, ഉറപ്പ്, കരാർ. മൗസിഖ് എന്ന് പറഞ്ഞാലോ അതാണ് മൗസിഖ്, മീസാഖ്. മൗസിഖ് എന്നുള്ളതിന് മീമിയായ മസ്ദർ എന്ന് പറയുക, കരാർ. വസിഖ എന്ന ക്രിയയിൽ നിന്നാണ് വരിക. നമുക്ക് വിസാഖ് വന്നിട്ടില്ലെങ്കിൽ വസാഖ് എവിടെ വന്ന്? യൗമഇദില്ല യൂസിഖു വസാഖഹു അഹദ്. വസാഖ് വസാഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും കെട്ടുകയറാണ് പറയാം. മായുഷദ്ദു ബിഹി, ശക്തമായി കെട്ടുന്ന കയറിനാണ് പറയുക. ഉണ്ടല്ലോ, കെട്ടുന്നതിനെ ഉറപ്പിക്കാനല്ലേ, അതാണ് വസിഖ യസിഖു. ഇതാണ് മീസാഖ്. ഇവിടെ മൗസിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഹദുൽ മുഅക്കദു ബിൽ യമീൻ, സത്യം ചെയ്ത് തീർപ്പാക്കുന്ന കരാർ. അതാണ് അൽ അഹദുൽ മുഅക്കദു ബിൽ യമീൻ, സത്യം ചെയ്ത് ഉറപ്പാക്കുന്ന കരാറിനാണ് മൗസിഖ് എന്ന് പറയാം സാങ്കേതികമായിട്ട്. വല്ലാഹി എന്ന് പറഞ്ഞിട്ടൊരു കരാർ ചെയ്യുന്നുവെങ്കിൽ ആ കരാറിനാണെന്ന് പറയാം മൗസിഖ്. ഇതാണ് ഇവിടെ ഉദ്ദേശം. മൗസിഖൻ മീൻ അള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മൗസിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ഒരു കരാർ, പ്രതിജ്ഞ. അത് നിങ്ങൾ എനിക്ക് തരുന്നത് വരെ, നൽകുന്നത് വരെ ലൻ ഉർസിലഹു മഅക്കും എന്നാണ്. അത് എങ്ങനെയായിരിക്കണം? വല്ലാഹി ലതഅ്തുന്നനി ബിഹി. ഇവിടെ വല്ലാഹി ഉണ്ടല്ലോ, അത് വല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ലാം അത് അറിയിക്കുന്നുണ്ട്. ഇത് ലാമു തൗത്തിയ ലിൽ ഖസം എന്ന് പറയാം, സത്യത്തെ അറിയിക്കുന്ന ലാം. അള്ളാഹുവാണ് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് ബിഹി അവനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. തുന്ന നൂന് തൗക്കീദാണ്. അപ്പം നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും എന്ന നിലക്ക് അള്ളാഹുവെ സത്യം ചെയ്തിട്ടുള്ള ഒരു കരാർ നിങ്ങളെനിക്ക് തരുന്നത് വരെ ലനൂർസിലഹുമാക്കും. മക്കളോട് വാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കട്ടായം പറയാം. ഈ നമ്മൾ പറഞ്ഞു മൗസിഖൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കരാർ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൽ സത്യം ചെയ്യലാണ്. അൽ ഹലിഫു ബില്ല, അള്ളാഹുവിൽ സത്യം ചെയ്യലാണ് ഇത് ഉദ്ദേശം. ഈ അള്ളാഹുവിൽ സത്യം ചെയ്യൽ നൽകുന്ന സംഗതിയാ ഇവിടെ പറയുന്നത്. ഹത്താ തുഅ്തൂനി നിങ്ങളെനിക്ക് തരുന്നത് വരെ, നൽകുന്നത് വരെ. അത് നൽകണതാണോ? സത്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്
നൽകലെന്താ? എന്താ നൽകുക? ഒരു സംഗതിയല്ലേ നൽകുക. സത്യം എങ്ങനെ നൽകണ്? അത് സത്യം ചെയ്യലല്ലേ, വല്ലാഹി എന്ന് സത്യം ചെയ്യലല്ലേ, അതൊരാൾക്ക് കൊടുക്കുന്ന സംഗതിയാണ്. അതുപോലെയാണത് ഉപദേശം നൽകുക. അതാഹു എന്നറിയോ? ഉപദേശം അയാൾക്ക് നൽകി അത്താന്ന് പറയോ? കൊടുത്തു. ആത്താഹു ആത്താഹു എന്ന് പറയോ? അല്ല, അത് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഒരു സംഗതി അല്ലേ നൽകുക. സത്യം ചെയ്യൽ എങ്ങനെയാണ് നൽകുന്നത്? സത്യം നിർവഹിക്കലല്ല അത്. സത്യം ചെയ്യൽ അത് നിർവ്വഹണമാണല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരിടപാടാണല്ലോ. വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ പിന്നെ ഈ ഇടപാടുകളിലൊക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും നൽകിയിട്ടാണ് ഉറപ്പിക്കുക, അല്ലേ? എന്തെങ്കിലും നൽകിയിട്ടാണ് ഉറപ്പിക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദൻ്റെ കയ്യിൽ നിന്ന് താമ് വാങ്ങി, ഭക്ഷണം വാങ്ങി. എന്താ കൊടുത്ത്? എന്ത് കൊടുത്തിട്ടാണ് ഭക്ഷണം വാങ്ങിയത്? ദിർഉ കൊടുത്തിട്ട്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഒരിക്കൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ബി ഇഹാലത്തിൻ സനിഖത്തിൻ വബുരി ഷഈരിൻ, ഗോതമ്പിൻ്റെ റൊട്ടിയും പിന്നെ ഇഹാലത്തിൻ സനിഖയും മണപ്പകർച്ച് വന്ന നെയ്യുമായിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹന ദിർഅഹു ലി സലാസീന സാഇ മിൻ ബുർ, പിന്നെ 30 സായി ഗോതമ്പിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹിൻ്റെ ദിർഇനെ പണയം വെച്ചു എന്നാണ്. ദിർഇനെ പണയം വെച്ചു. അപ്പോൾ യഹൂദൻ്റെ കയ്യിൽ നിന്ന് 30 സായി ഗോതമ്പ് വാങ്ങാൻ റസൂലുള്ളാഹി എന്താ നൽകിയത്? റസൂലുള്ളാഹിൻ്റെ ദിർഇ നൽകി. ഈ ഇടപാടിന് മാറായിട്ടാണ്, ഉറപ്പായിട്ടാണ് ചെയ്യുന്നത് ഈ ദിർഇ കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായ? അങ്ങനെ ഒരു നമ്മളൊരു ഇടപാടിന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സാധാരണ എന്താ ചെയ്യുക? ഒരു സംഗതി നൽകുക ചെയ്യുക. അപ്പം ഒരു വ്യക്തി 10 ദീനാർ തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരിക്കൽ മദീനത്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ പിടിച്ചിട്ട് വരിക റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ എന്തിനാ അയാൾ കൊണ്ടുവരുന്നത്? അയാൾ 10 ദീനാർ കൊടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾ പറയാണ്, എൻ്റെ കടം വീട്ടിക്കോ, അല്ലെങ്കിൽ നീ എനിക്കൊരു ഹമീലിനെ തരണം. ഹമീൽ എന്നുണ്ടെങ്കിൽ ഒരു കെഫീൽ സ്പോൺസറെ തരണം. ഒന്നുകിൽ 10 ദീനാർ വീട്ടുക, അല്ലെങ്കിൽ ഒരു സ്പോൺസറെ വെച്ചുതരാം അറിയാം. അപ്പോൾ പിന്നെ നിസ്വാസം മതങ്ങളുടെ അടുക്കലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അയാൾക്കറിയാം സ്പോൺസറെ കിട്ടും എന്നുള്ളത്. അപ്പോൾ നിസ്വാസം മതങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു, പിന്നെ എന്നാൽ എത്ര കാലതാമസം കൊടുക്കും ഈ കടം വീട്ടാൻ? 10 ദീനാർ വീട്ടാൻ ഇപ്പം അയാളടുത്തൊന്നുമില്ല. എത്ര കഴിഞ്ഞിട്ട് വേണം എനിക്ക് തരേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ ഷെഹ്റൻ 1 മാസം, 1 മാസം ഞാൻ ഇടവർക്കും അതിൽ എനിക്ക് വീട്ടിയാൽ മതി എന്ന് പറയാം. അപ്പോൾ നിസ്വാസമാതകൾ പറയണം, ഞാൻ ഹമീലുഹു, ഞാൻ ഹമീൽ എന്ന് പറഞ്ഞാൽ കെഫീൽ, ഞാനിന്നാൽ മൂപ്പരിക്ക് വേണ്ടിയിട്ട് ഞാൻ കെഫീലാകാം എന്ന് പറയണം. അങ്ങനെ അയാൾ പോയി, ഇയാളെ വിട്ട് പോയി. 1 മാസം കഴിഞ്ഞ് കൃത്യത്തിനുണ്ട് വന്നിട്ട് നിസ്വാസമാതങ്ങളുടെ അടുക്കലേക്ക് മറ്റേ ആൾ 10 ദീനാറായിട്ട് വന്ന് നിസ്വാസമതങ്ങളുടെ അടുക്കലേക്ക് വന്ന്. അപ്പം നിസ്വാസമതങ്ങൾക്ക് അത്ഭുതം, 10 ദീനാർ കിട്ടിയിരുന്നു. 10 ദീനാർ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അന്ന് ഏറ്റവും വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ റസൂൽ മിൻ അയിനല്ല കഹാദ, ഇത് എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ റസൂലിനോട് പറഞ്ഞു, മിൻ മഅദിനിൻ, ഇത് ഞാൻ മഅദിൻ എന്ന്, മഅദിൻ എന്നിട്ടുണ്ടെങ്കിൽ ഒരു നിധി കിട്ടി, ആ നിധിയിൽ നിന്നാണ് ഇതെന്ന് പറയുന്നത്. റസൂൽ പറയാൻ പറ്റില്ല, ലാ ഹാജത ലനാ ഫീ, നമുക്കതിൽ അതിൻ്റെ ആവശ്യമില്ല, ആ നിധിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരു ഖൈറില്ലാത്ത മാലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ 10 ദീനാർ നിസ്വാസ തങ്ങൾ തൻ്റെ പോക്കറ്റിൽ നിർത്തി പോവുക ചെയ്ത്. കാരണം കഫീലായി ഏറ്റില്ലേ, അതുകൊണ്ട് ഇനി നിസ്വാസ മതങ്ങൾ വീട്ടണം. ഇയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നിസ്വാസ മതങ്ങൾ അത് വീട്ടി. ഇയാളുടെ 10 ദീനാർ അയാൾ കൊണ്ടുവന്നത് നിസ്വാസ മതങ്ങൾ അത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുക ചെയ്തത്. മനസ്സിലല്ലേ? ഈ പിന്നെ നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം, നിധി കൊണ്ട് കടം വീട്ടും ചെയ്യാം. പക്ഷേ ഈ നിധിയെ സംബന്ധിച്ചിടത്തോളം നിസ്വാസ മതങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഇഷ്കാലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിസ്വാസ മതങ്ങൾ അത് വീട്ടാൻ വേണ്ട എന്ന് പറഞ്ഞത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞത് എന്തിനാണ് ഞാനത് പറഞ്ഞത്? സാധാരണ ഇടപാടിൽ ഇമാറായിട്ട് എന്തെങ്കിലും ഒന്ന് വസ്തു കൊടുക്കും, അല്ലേ? ഒന്നുകിൽ അത് പണയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതേപോലെ കഫീൽ ആയിട്ട് കഫാലത്തായിട്ട് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ടാണ് ഇടപാട് നടത്തുക. അപ്പോൾ ഇത് നൽകലാണ്, കൊടുക്കലാണ്. അതിന് പകരാണ് ഇവിടെ എന്ത്?
ഈ കൊടുക്കണീന്ന് പകരം ഇവിടെ എന്ത് പറയും? അതെന്താ ഈ മൗത്തേക്കും മിനല്ല എന്താ? സത്യം ചെയ്യൽ. സത്യം ചെയ്യൽ. ഈ സംഗതി കൊടുക്കണീന് പകരാണ്, അല്ലെങ്കിൽ ആളെ കൊടുക്കണീന് പകരാണ് ചെയ്യുന്നത് ഈ സത്യം. അതുകൊണ്ടാണ് സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആളുടെ സ്ഥാനത്ത് ആരെ നിർത്തിയത്? സത്യത്തെ നിർത്തിയിട്ട് ഹത്താത്ത് ഉത്തൂനി, നിങ്ങൾ തരുന്നത് വരെ. മൗസിക്കമ്മിനല്ല, അള്ളാഹുവെ പിടിച്ചുള്ള ഒരു സത്യം. പറഞ്ഞാൽ മനസ്സിലാണ്ട്? ഇത് പിന്നെ ഈ ഫിഖഹി കിതാബുകളുണ്ടല്ലോ, നമ്മൾ ഈ ജഡ്ജ്മെൻറ്റുമായൊക്കെ ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ ഇതൊരു പിന്നെ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മനസ്സിലായി? ഇത്തരം ഈ പ്രയോഗങ്ങളും പരാമർശങ്ങളൊക്കെ അത് അല്ലേ, അത് നിഹ്ലയാണ് സമ്മാനം. പിന്നെ അവർക്ക് മഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജർ ഉജൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കച്ചവടത്തിനൊക്കെ ഒരു സംഗതി വാങ്ങുമ്പോൾ മാറ് കൊടുക്കണ പോലെ എന്നുള്ള രീതിയിലാണ്. മാറ് വേറെ, മഹർ വേറെ. മഹർ എന്നുള്ള സ്ത്രീകളുടെ ഒരു അവകാശമാണത്. അതവർക്കുള്ള സമ്മാനമാണ്, അവർക്കുള്ള അവകാശമാണ്. അതിനെങ്ങനെ ആയിട്ട് പറയാൻ പറ്റൂല. പണയം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ജാമ്യം പോലെ എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു അലം. ഏതായാലും ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താ അവിടെ മനസ്സിലായി? ഹത്താ തൂനി മൗസികം മിനല്ലാഹ്, അള്ളാഹുവിനെ പിടിച്ച് നിങ്ങളൊരു സത്യം ചെയ്യുന്നത് വരെ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ എന്തുകൊണ്ട് സത്യം ചെയ്യുന്നത് വരെ? ഹത്താ തൂനി മൗസികം മിനല്ലാഹ്, അള്ളാഹുവെ പിടിച്ചൊരു സത്യം ചെയ്യുന്നത് വരെ എന്ന് പറയാതെ അള്ളാഹുവിനെ പിടിച്ചുള്ള ഒരു സത്യം നിങ്ങൾ എനിക്ക് തരുന്നത് വരെ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇതെന്തോ ഒരു സംഗതി കൊടുക്കേണ്ടടുത്ത് പ്രയോഗിക്കുന്നതാണ്. അതിന് പകരം ആണ് ഈ സത്യം, അത് അറിയിക്കാനാണ് ആ പ്രയോഗം. അവന് നിങ്ങൾ എൻ്റെ അടുക്കൽ എനിക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് നൽകും. ഇല്ലാ അയ്യുഹാതബിക്കും, ഇല്ലാ അയ്യുഹാതബിക്കും, അയ്യുഹാതബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലയം ചെയ്യപ്പെടുകയായാൽ അല്ലാതെ എന്നാണ്. നിങ്ങൾ വലയം ചെയ്യപ്പെടുകയായാൽ അല്ലാതെ. അഹാത്ത ബി എന്നാണ്. അഹാത്ത എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു. അഹാത്ത ബി എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു. വല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹീത്തുൻ, എന്താ അള്ളാഹിൻ്റെ കഴിവ് കൊണ്ട്, അള്ളാഹിൻ്റെ അധികാരം കൊണ്ട്, ഇനി അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് മുഹീത്തുൻ അവൻ വലയം ചെയ്തിരിക്കുന്നവരെ ബിൽ കാഫിരീൻ, കാഫിരീങ്ങളെ. അഹാത്ത ബി, അപ്പോഴാണ് വലയം ചെയ്തു. ആ പ്രയോഗം അവിടെ. യുഹാതബിക്കും, നിങ്ങളെ വലയം ചെയ്യപ്പെടുകയായാൽ അല്ലാതെ എന്നാണ്. എന്താ പറഞ്ഞത്? അതിൻ്റെ ഉദ്ദേശം പറയാം. ഞാൻ ബിനിയാമീനെ നിങ്ങളുടെ കൂടെ വിട്ടു തരൂല, നിങ്ങൾ അള്ളാഹുവെ പിടിച്ചൊരു സത്യം എനിക്ക് തരുകയാലല്ലാതെ. ഏതൊരവസ്ഥയിലും പിന്നെ എന്ത് ചെയ്യും? തുന്നനി ബിഹി, നിങ്ങളെന്ത് ചെയ്യും? ഈ പിന്നെ ബിനിയാമീനെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് എത്തിക്കും. ബിനിയാമീനെ നിങ്ങളെനിക്ക് കൊണ്ടെത്തിക്കും ഏതൊരവസ്ഥയിലും. ഇല്ല അയ്യുഹാതബിക്കും, നിങ്ങളെല്ലാവരും വല്ല ശിക്ഷ കൊണ്ടോ അല്ലെങ്കിൽ വല്ല അപകടം കൊണ്ടോ വലയം ചെയ്യപ്പെടുകയല്ലാതെ. അതായത് പിന്നെ ബിനിയാമീനും നിങ്ങൾ 10 പേരും അല്ലേ? ഈ 11 പേർ എല്ലാവരും ഉൾപ്പെടെ ഒരു പിന്നെ ഇപ്പോൾ ശത്രുക്കൾ അന്ന കാലങ്ങളിലുണ്ട്. അടിമകളായി പിടിക്കുന്നവരുണ്ട്, അടിമകളായി ആളുകളെ പിടിക്കുന്നവരുണ്ട്, കൊള്ള ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലൊരു പരീക്ഷണം വന്നു, അല്ലെങ്കിൽ ഒരു കൊള്ള സംഘം പിടികൂടി, അല്ലെങ്കിൽ എല്ലാവരും ഒരു പിന്നെ നാശത്തിന് അടിപ്പെടുന്നൊരവസ്ഥ വന്നു. അങ്ങനെ ആയാലല്ലാതെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നതില്ല? ബിനിയാമീനെ കൊണ്ടുവരേണ്ടതില്ല. കാരണം എന്താ? നിങ്ങൾ കൊണ്ടുവരില്ല. കാരണം എന്താ? എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ഈ ഒരു അപകടം പിടികൂടി. മനസ്സിലായോ? പിന്നെ ഇല്ല അയ്യുഹുലക്കു, അല്ലെങ്കിൽ ഇല്ല അൻതുഹുലക്കു, നിങ്ങളെല്ലാവരും നശിക്കുകയാണ്, നാശത്തിന് വിധേയമാകുകയാണെങ്കിലല്ലാതെ. അല്ലെങ്കിൽ ഇല്ല അൻതുഹദു, നിങ്ങളെല്ലാവരും പിടികൂടപ്പെടുകയാണെങ്കിലല്ലാതെ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ നമ്മൾ ബിഹി എന്ന് പറയല്ലേ? എവിടെ പറഞ്ഞത്? വദഖല ജന്നതഹു വബാലിഗു ലിനഫ്സിഹി, അതിൽ അവിടെ അതിൽ കഴിഞ്ഞിട്ട് പറയല്ലേ? പിന്നെ ബിഹി ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറ എന്ന് പറയല്ലേ? ബിഹി എന്താ? ഈ തോട്ടം അതിനെ അള്ളാഹുവിൽ നിന്നുള്ളൊരു ശിക്ഷ പിടികൂടി എന്നാണ്. അള്ളാഹുവിനോട് ശിക്ഷ തോട്ടത്തെ പിടികൂടി എന്നാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്?
വദറബല്ലാഹു മസല റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈനി മിൻ അനാബിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, രണ്ട് തോട്ടക്കാരുടെ കഥ പറഞ്ഞില്ലേ. അപ്പോൾ ആ തോട്ടത്തെ ഉഹീതത് ബിഹി എന്നാണത്, ഉഹീതത് ബിഹി, അള്ളാഹുവിൽ നിന്നുള്ളൊരു ശിക്ഷ അതിനെ വലയം ചെയ്തണ ഒന്നായിട്ട് എന്ത് ചെയ്തു, ശിക്ഷ പിടികൂടി എന്നുള്ളതാണ്. ആ ഉദ്ദേശമാണ് ഇവിടെ. ഇല്ല യുഹാത ബിക്കും, നിങ്ങളെല്ലാവരും പിടികൂടപ്പെട്ടാലല്ലാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശിക്ഷ ഏറ്റാലല്ലാതെ, അതാണ് ഉദ്ദേശം. മനസ്സിലായോ? എന്തിനായിരിക്കും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല യുഹാത ബിക്കും എന്ന് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? അതെന്തിനാ പറഞ്ഞത്? ഇപ്പം മക്കളോട് പറയാണ്, ഞാൻ ബിനിയാമിനെ വിട്ടു തരൂല, നിങ്ങൾ അള്ളാഹുവിൽ സത്യം ചെയ്താലല്ലാതെ. ഏതൊരവസ്ഥയാണെങ്കിലും എന്ത് തന്നെ ആയാലും ഞങ്ങൾ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ ബിനിയാമിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യണം. ഇല്ല യുഹാതബിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരപകടം അത് ഏൽക്കുകയായാലല്ലാതെ എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് പറഞ്ഞത്, ഇല്ല യുഹാതബിക്കും എന്ന് പറഞ്ഞത്? അതാണ് അതിൻ്റെ വിഷയം. പണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരൊക്കെ സുരക്ഷിതരായിട്ട് വന്ന്, ഓൽക്ക് ഒരു പോറൽ കേട്ടിട്ടില്ല. പക്ഷെ യൂസുഫിന് മാത്രം പോറലേറ്റ്, യൂസുഫിനെ മാത്രം ചെന്നായിരുന്നു. അതും കുപ്പായൊക്കെ ബട്ടൺസൊക്കെ ഊരി കുപ്പായൊക്കെ കഴിച്ച് എന്ത് ചെയ്തു, അയിമ കുറച്ച് ചോര മാത്രം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ടാണ് ചെന്നായ എന്ത് ചെയ്ത് യൂസുഫിനെ കൊണ്ടുപോയത്. യൂസുഫിന് മാത്രം ചെന്നായിരുന്നു, ബാക്കിയുള്ളവർക്കൊന്നും പറ്റിയില്ല. പറയുമ്പോൾ അവർ 10 പേര് കൂടെ ഉണ്ടതാണ്. അപ്പം അങ്ങനത്തെ ന്യായമായിട്ട് ഇനി വരരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാവരും അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളൊക്കെ സുരക്ഷിതർ, ബിനിയാമീൻ മാത്രം ചെന്നായി പിടിക്കപ്പെടാൻ പാടില്ല. അതാണ് ആ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം. അതാണ് ഒരിക്കൽ കിട്ടേണ്ടത് ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പണ്ട് ചെയ്തതിന് കിട്ടേണ്ടത് അവർക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ ഇല്ല യുഹാതബിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇതിന് അൽ ഇസ്തിസ്നാ മുഫറഗ് എന്നാ പറയാം. അൽ ഇസ്തിസ്നാ അൽ മുഫറഗ്, ഇസ്തിസ്നാ മുത്തസിൽ, ഇസ്തിസ്നാ മുൻഖത്തി, മുഫറഗ് എന്നൊക്കെ പറയില്ലേ. ഇനി ഓല് മറക്കൂല, ഓരോ മനസ്സിൽ ഇതിങ്ങനെ ഉണ്ടാവില്ലേ. അത് ഉണ്ടാക്കാനല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കുക, ഓരോ ഡോസ് ഇങ്ങനെ വരുന്നത്. അവിടെ ഈ മ്യൂസിക് നൽകുക, നമ്മൾ ഈ കരാറ് നൽകുക എന്നുള്ള വിഷയം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെയാണ് എല്ലാ ഏറെക്കുറെ ഇതിലൊക്കെ വരിക. കരാറ് കൊടുത്തു, കരാറ് നൽകി എന്നുള്ളത്. നമ്മൾ പിന്നെ ഒരു ഹദീസിൽ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞേ, ശാസ്ത്രമാതങ്ങൾ പറയാൻ ഉണ്ടല്ലോ, എനിക്കറിയാം അവസാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി ന്യായത്തിൽ നിന്ന് വിരമിക്കും. യഫ്റുഹുല്ലാഹു മിനൽ ഖദാ യൗമൽ ഖിയാമ, വിധി പറയുന്നതിൽ നിന്ന് വിരമിക്കും. എല്ലാവർക്കും വിധി പറയും. അങ്ങനെ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന, വേറെ വിഭാഗം നരകത്തിലേക്ക്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഫയബ്ഖാ റജുലുൻ ബൈനൽ ജന്നത്തി വന്നാർ, ഒരു വ്യക്തി ജന്നത്തിൻ്റെ നാറിൻ്റെ ഇടയിൽ ശേഷിക്കും. റസൂൽ പറയണ വഹുവ ആഖിറു അഹ്ലിൻ നാരി ദുഖൂലനിൽ ജന്ന, വഹുവ ആ വ്യക്തി ആഖിറു അഹ്ലിൻ നാർ, നരക ശിക്ഷ അർഹിക്കുന്ന ആളുകളിൽ അവസാനത്തെ, ദുഖൂലനിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ്. നരകാർഹനാണ്, പക്ഷെ അയാൾക്ക് ഈമാനുണ്ട്, അഖീദുണ്ട്, തൗഹീദുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ സ്വർഗം ഉണ്ട് അയാൾക്ക്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പിന്നെ അവസാനത്തെ വ്യക്തിയാണ്, നരകശിക്ഷ അറിയിക്കുന്ന അവസാനത്തെ വ്യക്തിയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഓ മുവജ്ജിഹും ബിവജ്ഹിഹി അലന്നാർ, നരകത്തിൻ്റെ ആളല്ല. അതുകൊണ്ട് തന്നെ അയാൾ നരകത്തിന് നേരെയാണ്, സ്വർഗത്തിന് നേരെയല്ല, നരകത്തിന് നേരെയാണ്. അപ്പോൾ ഹദീസിൽ റസൂൽ പറയാണ്, വഹുവ യംശി താറത്തൻ, ചിലപ്പോൾ അയാൾ ഇങ്ങനെ നടക്കുകയാണ് നരകത്തിന് നേരെ. വയക്കുബു താറത്തൻ, ചിലപ്പോൾ അയാൾ എഴിഞ്ഞു നീങ്ങുകയാണ് നരകത്തിന് നേരെ. വതസ്ബഉന്നാറു താറത്തൻ എന്നാണ്, ചില സമയത്ത് നരകത്തീ വന്നിട്ട് അയാളുടെ മുഖത്ത് തല്ലുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു മജർനവനെന്ന. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നരകത്തിന് നേരെയാണ് മുഖം, നരകത്തിന് നേരെ നടക്കുന്നു, ചിലപ്പോൾ ഇഴയുന്നു, ചിലപ്പോൾ നരകത്തിൽ നിന്ന് വന്നിട്ട് അയാളെ മുഖത്ത് തല്ലുന്നു. അപ്പോൾ അയാൾ അള്ളാഹിനോട് പറയാണ്, യാ റബ്ബ് ഇസ്രിഫ് വജ്ഹി അനിന്നാർ, റബ്ബേ എൻ്റെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് തിരിക്കുക എന്ന് പറയാം.
സ്വർഗം തരണേന്നല്ല പറയുന്നത്. പിന്നെ ഈ നരകത്തിൽ നിന്ന് എൻ്റെ മുഖത്തെ നീ ഒന്ന് തിരിക്കുന്ന പറയുന്നത്. കാരണം നരകത്തിൽ വന്ന അയാളുടെ മുഖത്തെ തല്ലുമ്പോൾ അയാൾ പറയാണ് ലി അന്നഹു കഥ പിന്നെ ഖബശനി ഖബശനി റീഹുഹ വ അഹ്റഖനി ദക്കാഉഹ എന്നാണ്. നരകത്തിൻ്റെ കാറ്റ് എൻ്റെ മുഖത്തെ വികൃതമാക്കി, നരകത്തിൻ്റെ പിന്നെ തീജ്വാല എൻ്റെ മുഖത്തെ കരിച്ച് കളഞ്ഞിരിക്കുന്നു. നരകത്തേക്ക് പോയിട്ടില്ല, അപ്പോഴാണ് അള്ളാഹു മജൂർനാമിൻ എന്നാ. അപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാൾ ഇങ്ങനെ വലാ യസാലു യദൂ എന്നാണ്. അയാൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ ദുആ ചെയ്യണത്? അല്ലാഹുമ്മ ഇസ്രിഫ് വജ്ഹി അനിന്നാർ, റബ്ബേ എൻ്റെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് തിരിക്കുക എന്നാണ് പറയുക. നരകത്തിൽ നിന്ന് തിരിക്കുക, സ്വർഗത്തിൻ്റെ ഭാഗത്തേക്ക് തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്ന അയാളോട് ലഅല്ലക ഇൻ അഅതൈതുകഹു ഫതസ്അലനി ഗൈറഹു, ഞാനത് നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും നീ ചോദിക്കും. ഇത് നിനക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ നീ വേറെ വല്ലതും ചോദിച്ചേക്കും എന്ന് പറയണം. അപ്പോൾ അയാൾ പറയണില്ല യാ റബ്ബേ നീ ഞാൻ വേറൊന്നും ചോദിക്കില്ല, മുഖം ഇങ്ങനെ തിരിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് ഹദീസിൽ കാണാം ഫയുതില്ലാഹ മാ യശാഉ മിൻ അഹദിൻ വ മീസാഖ്. ഫയുതില്ല, ആ വ്യക്തി അള്ളാഹുവിന് നൽകും മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര മിൻ അഹദിൻ വ മീസാഖ്, കരാറുകളും ഉടമ്പടിയോ. അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര കരാറുകളും ഉടമ്പടികളും അള്ളാഹ്ക്ക് നൽകുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? വല്ലാഹി വല്ലാഹി എന്നിട്ട് സത്യം ചെയ്യുന്നതാണ്. സത്യം ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ അതാണ് യുത്തി നൽകുക അല്ലേ, ആ പ്രയോഗമാണ്. സത്യം ചെയ്യുന്നതിന് അങ്ങനെ പറയും യുത്തി എന്നുള്ളത്. അവിടെയും പരലോകത്തും ഈ മനുഷ്യൻ യുത്തില്ല, അള്ളാഹ്ക്ക് നൽകും മായശ, അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര മിൻ അഹദിൻ വ മീസാഖ്, കരാറുകളും ഉടമ്പടികളും നൽകുന്നതാണ്. അപ്പോൾ ഹദീസിൽ കാണാം ഫയസ്രിഫുല്ലാഹു വജ്ഹഹു അനിന്നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യും ഇങ്ങനെ നരകത്തിന് നേരെയുള്ള അയാളുടെ മുഖത്തെ തിരിക്കും, സ്വർഗത്തിൻ്റെ ഭാഗത്തേക്ക് തിരിക്കും. അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അയാൾ പറയുമെന്നാണ് തബാറക, അയാൾ ഉണ്ടല്ലോ ഇങ്ങനെ മുഖം തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ നരകം കാണുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നതാണ് തബാറകല്ലദീ നജ്ജാനി മിൻകി, നരകമേ നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹു അനുഗ്രഹപൂർണനാകുന്നു. ലഖദ് അഅതാനി അല്ലാഹു മാ അഅത അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളിലും പിൽക്കാലക്കാരിലും ആർക്കും നൽകാത്ത അത്ര അനുഗ്രഹമാണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത്. ലോകത്തൊരാൾക്കും നൽകാത്തതാണ് പടച്ചോൻ എനിക്ക് നൽകിയിട്ടുള്ളത്. എന്തായൊക്കെ നൽകിയിട്ടുള്ളത് അള്ളാഹു? അയാൾ സ്വർഗത്തിലെത്തിയിട്ടൊന്നുമില്ല, പിന്നെയോ ഇങ്ങനെ തിരിഞ്ഞ മുഖത്തെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ. അതെന്നെ വലിയ അനുഗ്രഹമായിട്ട് അയാൾ പറയുമെന്നാണ് മനസ്സിലായോ? അപ്പോഴാണ് ഹദീസിൽ തുർഫഉ ലഹു ഷജറത്തുൻ, ഒരു വൃക്ഷം അയാൾക്ക് കാണിക്കപ്പെടുക. അപ്പോൾ അയാൾ പിന്നെ റബ്ബി അതിനെ നീ മിൻഹ, അതിനോട് അടുപ്പിക്കാൻ പറയുന്നൊക്കെ പറയുന്നത്. ഏതായാലും നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം നമ്മുടെ ഈ മീസാക്ക് നൽകുക എന്നുള്ള വിഷയം. ആയത്തുകളൊക്കെ ധാരാളം ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അത് സംഭവം നൽകുന്ന ഒരു വിഷയമല്ല അല്ലേ, പക്ഷെ അതെന്തുകൊണ്ട് നൽകുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. لا تأتونني به إلا أن يحاط بكم فلما أتوه موثقه قال الله على ما نقول وكيل. فلما آتوه موثقه, ഫലമ്മ ആതൗഹു, അവർ അദ്ദേഹത്തിന് നൽകിയപ്പോൾ, നൽകിയപ്പോൾ, എന്ത് നൽകിയപ്പോൾ? മൗസിഖഹു, അവരുടെ മൗസിഖ്. അവരുടെ മൗസിഖ്, അവരുടെ കരാർ. എന്താ അവർ നൽകിയത്? പറയും? സത്യം. അള്ളാഹുവിൽ സത്യം ചെയ്തതാണ്. ഫലമ്മ ആതൗഹു, അവർ അദ്ദേഹത്തിന് നൽകിയപ്പോൾ, മൗസിഖഹു, അവരുടെ മൗസിഖിന്, കരാറിന്, എന്നാൽ അവർ അള്ളാഹുവിൽ സത്യം ചെയ്തപ്പോൾ ഖാല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ മാ നഖൂലു വക്കീലുൻ അലാ മാ നഖൂൽ എന്നാണ്. അല്ലാഹു വക്കീലാകുന്നു അലാ മാ നഖൂൽ, നാം പറയുന്നതിന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന വാപ്പയും പിന്നെ ഇഖ്വത്ത് യൂസുഫിൻ്റെ സഹോദരങ്ങളും
പറയുന്നതിന് അള്ളാഹു വക്കീലാകുന്നു. അള്ളാഹു വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു വക്കീൽ സാക്ഷി എന്ന് പറയാം. റഖീബ് നിരീക്ഷകൻ, അതേപോലെ തന്നെ ഷഹീദ് സാക്ഷി, മുത്തലിയ മേൽനോട്ടം വഹിക്കുന്നവൻ, അതേപോലെ വക്കീൽ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നവനാണ് ആര്? വക്കീൽ അല്ലേ? ഹസ്ബുൻ അള്ളാഹു വ നിഅമൽ വക്കീൽ. എന്താ വക്കീൽ? വക്കാലത്തെ ഏൽപ്പിക്കുന്നവൻ, വക്കാലത്തെ ഏൽപ്പിക്കുന്നവൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവസാനം പറഞ്ഞത് എന്താ? ഹസ്ബി അള്ളാഹു വ നിഅമൽ വക്കീൽ. അവിടെ വക്കീൽ പിന്നെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്നാണ്. നമ്മളുടെ പിന്നെ കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ തവക്കുലിന് ഏറ്റവും ഉത്തമനായവൻ എന്നുള്ളതാണ്. മേൽനോട്ടം വഹിക്കുന്നവൻ, സാക്ഷി എന്ന അർത്ഥത്തിൽ പറയാം. അതേപോലെ തന്നെ കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ. മാതാവിൻ്റെ മടിത്തട്ടിലിരുന്ന് മുലപ്പാൽ കുടിക്കുന്ന സമയം സംസാരിച്ച ഒരു കുട്ടിയുടെ വിഷയം പറഞ്ഞല്ലേ? കുരുന്നുകളായിരിക്കെ സംസാരിക്കുന്നവരിൽപ്പെട്ട ഒരാളാണ് ഒരു കുട്ടി. ഉമ്മ പാൽ കൊടുക്കുമ്പോഴാണ് ഒരു പിന്നെ സുന്ദരമായ ഒരു കുതിരയുടെ പുറത്തൊരു അശ്വഭടൻ കടന്നു പോകുന്നത്. അപ്പോൾ അയാൾ എന്നെ പ്രൗഢിയിലാണ്. അപ്പോൾ ഈ പാൽ കൊടുക്കുന്ന അമ്മ പറയാണ്, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ലഹു, എൻ്റെ ഈ കുട്ടിയെ അവനെ പോലെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ പാൽ കുടിക്കുന്ന കുട്ടി പിന്നെ അവിടുന്ന് പിടുത്തം വിട്ടിട്ട് അമ്മിഞ്ഞ വിട്ടിട്ട് പറയാണ്, അല്ലാഹുമ്മ ലാ തജഅൽനി മിൻഹു മിസ്ലഹു, അവനെ പോലെ നീ എന്നെ ആക്കല്ലേ എന്ന് പറയുന്നത് കുട്ടിയെ പറയുന്നത്. പിന്നെ ആ സ്ത്രീ പാൽ കൊടുക്കുന്ന തന്നെ സമയത്താണ് ഒരു സ്ത്രീയെ ആളുകൾ വലിച്ചു വെച്ച് മർദ്ദിച്ചു കൊണ്ടുപോകണം. അപ്പം ഈ ഉമ്മ പറയാണ്, അല്ലാഹുമ്മ ലാ തജഅൽ ഇബ്നി മിസ്ലഹ, അല്ലാഹുവേ എൻ്റെ കുട്ടീനെ ആ പെണ്ണിനെ പോലെ ആക്കരുത് എന്ന് വരികയാണ്. അപ്പോൾ ഈ കുട്ടി പാൽ കുടിക്കുന്ന നേരത്തിന് പിടുത്തം വിട്ടിട്ട് പറയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ, അല്ലാഹുവേ എന്നെ അവരെ പോലെ ആക്കണേ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ട്, അതിൻ്റെ ആ വിശദീകരണത്തിൽ ഈ കുതിരപ്പുറത്ത് പോകുന്ന ഒരാളൊരു പോക്കിരിയാണ്, ഒരു ദുഷ്ടനാണ്. ഈ സ്ത്രീ ആകട്ടെ, അതുകൊണ്ടാണ് അതിനെ പോലെ ആക്കരുത് പറഞ്ഞത്. ഈ സ്ത്രീ ആകട്ടെ അവർ മോഷ്ടിച്ചു, അവർ വ്യഭിചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം? ആളുകൾ ആക്രമിക്കുകയാണ്. പക്ഷെ അവർ നിരപരാധിയാണ്. അവർ അങ്ങനത്തെ ഒരു കുറ്റം ചെയ്ത സ്ത്രീയല്ല, അവരൊരു നിരപരാധിയാണ്, ശുദ്ധയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടി അവരെ പോലെ ആക്കണേ എന്ന് പറയുകയുണ്ടായിരുന്നത്. അവിടെ വിഷയം ഈ സ്ത്രീയെ വലിച്ചു കേൾക്കും, അതാണ് വിഷയം. ഈ സ്ത്രീയെ നീ വ്യഭിചരിച്ചിരിക്കുന്നു, നീ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് വലിച്ച് ഇഴക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ചില റിപ്പോർട്ടുകളിൽ ഹസ്ബി അല്ലാഹ്, ചില റിപ്പോർട്ടുകളിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അവരടിക്കുമ്പോൾ നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് ദൂഷ്യം പറയുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്, അവർ സത്യസന്ധയാണ് എന്നുള്ള വിഷയം. ഏതായാലും അവിടെ അൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ എന്ന അർത്ഥത്തിൽ. രണ്ട് നിലക്കും വക്കീൽ പറയും. ഇവിടെ അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നാം പറയുന്നതിന് അല്ലാഹു വക്കീലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം പറയുന്നതിൻ്റെ മേൽനോട്ടം അള്ളാഹുവിനാണ്, അതിൻ്റെ സാക്ഷി അള്ളാഹു ആണ് എന്ന് പറഞ്ഞതാണ്. അള്ളാഹുവിനെ ഈ കരാറിന് സാക്ഷിയാക്കുക, അല്ലെങ്കിൽ വാപ്പയും മക്കളും തമ്മിലുള്ള ഈ സംസാരത്തിന് അള്ളാഹുവെ സാക്ഷിയാക്കുകയാണ്. ഇനി ഇതിൻ്റെ തുടർച്ചയും വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. ഇതോടുകൂടി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എഗ്രിയായി. എന്തിന് എഗ്രിയായി? ബിന്യാമീനെ വിട്ടുകൊടുക്കാൻ. കനാൻ ദേശത്ത് നിന്ന് മിസറിലേക്ക് പോയി ഇനി ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരാൻ പിന്നെ ബിന്യാമീനെ കൂടി വിട്ടുകൊടുക്കാൻ എന്ത് ചെയ്തു? വാപ്പ തയ്യാറായി, ബിന്യാമീനെ അയക്കാം. അപ്പോൾ വാപ്പ മക്കൾക്ക് നൽകുന്ന ഒരു പിന്നെ ഉപദേശം, ഒരു ഗുണകാംക്ഷയുള്ള വാപ്പ മക്കളോട് ഗുണകാംക്ഷയുള്ളൊരു വാപ്പ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണത്. വക്കാല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്
അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. എന്താ യാ ബനിയ, യാ ബനിയ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മക്കളെ, ബുനയ്യ ബനിയ, ബുനയ്യ ബുനയ്യ എന്ന് പറഞ്ഞാൽ ഒരു മകൻ, എൻ്റെ മകനെ, മകനെ എന്നാണ്. അത് വിശുദ്ധ ഖുർആനിലുണ്ട്. എവിടെയുള്ളത്? ഇവിടെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, യാ ബുനയ്യ അഖിമിസ് സ്വലാ, യാ ബുനയ്യ, പലതാണ് വന്നില്ലേ? യാ ബുന. അതേപോലെ യാ ബനിയ, ബനിയ എന്ന് പറയുമ്പോൾ അത് എന്ത് ബഹുവചനായി? ബനീന എന്നതിലേക്ക് യാവുൽ മുതക്കല്ലിം ചേർന്നാണ്. ബനീൻ എന്ന് പറഞ്ഞാൽ ബനൂൻ, ബനീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജമ്മാണ്. ജമ്മു മുദക്കർ സാലിമല്ല. വ്യാകരണത്തിൽ പറയും അൽ മുൽഹഖ് ബിൽ ജമ്മൽ മുദക്കർ സാലിം എന്ന് പറയും. ബനീന. പിന്നെ ഏതായാലും യാ ബുനിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ, യാ ബനിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ, ആൺമക്കളെ ഉദ്ദേശിച്ചാണ് യാ ബനിയ. ഒരു കവിതയിൽ കാണാം, ലാ തസ്അലന്ന ബനിയ ആദമ ഹാജതൻ വസലില്ലദി അബ്വാബുഹു ലാ തുഖ്ജബു, അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബുന. എന്താ? ലാ തസ്അലന്ന, നീ ചോദിക്കരുത്. ആരോട് ചോദിക്കരുത്? ബനിയ ആദമ, ആദമിൻ്റെ മക്കളോട്. ബനിയ ആദമ, ആദമിൻ്റെ മക്കളോട് നീ ചോദിക്കരുത്. എന്ത്? ഹാജത്തൻ, ഒരാവശ്യവും ചോദിക്കരുത്. വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു, നീ ചോദിക്കേണ്ടത് ആരുടെ വാതിലാണോ കൊട്ടിയടക്കാത്തത് അവനോടാണ്. ആരുടെ വാതിലാണോ നിൻ്റെ മുമ്പിൽ കൊട്ടിയടക്കാത്തത് അവനോട് ചോദിക്കുക. അതാരാ വാതിൽ കൊട്ടിയടക്കാത്തവർ? അള്ളാഹുവാണ്, അല്ലേ? മറ്റേത് മനുഷ്യന്മാരെങ്ങനെ ആയിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഓക്കെ ആയിരിക്കും, പിന്നെ ആകുമ്പോൾ പ്രയാസമാണ്. അതുകൊണ്ട് ലാ തസ്അലന്ന ബനിയ ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു. എന്നിട്ട് പറയുന്നത് അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടും. എന്നാൽ വബുനയ്യു ആദം, ആദമിൻ്റെ മകൻ, ഹീന യുസ്അലു, ചോദിക്കുമ്പോൾ യഗ്ളബു, ദേഷ്യപ്പെടുന്നു. മനുഷ്യൻ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടും, അള്ളാഹു ചോദിച്ചിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടും. അതുകൊണ്ട് വാതിലുകൾ കൊട്ടിയടക്കാത്ത അള്ളാഹിനോട് ചോദിക്കാനാണ് പറയുന്നത്. അവിടെ ബനിയ ആദം എന്ന് പറഞ്ഞാൽ പിന്നെ ആദമിൻ്റെ മക്കൾ, ബുനയ്യ ആദം എന്ന് പറഞ്ഞാലും ആദമിൻ്റെ മകൻ. ഇവിടെ യാ ബനിയ, എൻ്റെ മക്കളെ എന്നാണ് വാപ്പ വിളിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്. ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്. മിൻ ബാബിൻ വാഹിദിൻ, എന്താ മിൻ ബാബിൻ വാഹിദിൻ? ഒരു ബാബിലൂടെ, ഒരു ബാബിലൂടെ, ഒരു വാതിലിലൂടെ. ബാബ് മിൻ ബാബിൻ വാഹിദിൻ, ഒരു വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത്. എവിടേക്ക് പ്രവേശിക്കരുത്? കൊട്ടാരത്തിലേക്കോ അതോ ഈജിപ്തിലേക്കോ മിസ്റിലേക്കോ? അല്ലേ? ബാബ് എന്ന് പറയുമ്പോൾ എന്താ? ബാബു ഒരു ഇഷ്കാലിൽ വരുന്ന പ്രയാണ്. ബാബ് എന്നുള്ളതുണ്ടല്ലോ, അത് ഡോറിന് പറയും, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഫിഖ് കിതാബ് മറിച്ചിട്ടുണ്ടെങ്കിൽ ബാബുൽ ഉദു, ഉദുവിൻ്റെ ബാബ് പറഞ്ഞാൽ ഈ വാതിലാ. എന്താണ്? അതേപോലെ തന്നെ പിന്നെ കിതാബു സല എടുത്തിട്ടുണ്ടെങ്കിൽ കിതാബു സല എന്ന് പറയുന്ന അധ്യായത്തിൽ ആദ്യം പിന്നെ ബാബു നീയ അല്ലെങ്കിൽ ബാബു തഹാറ അതൊക്കെ വരുമല്ലേ? ബാബ് വരും. അപ്പോൾ അവിടെ ബാബ് എന്ന് പറഞ്ഞാൽ ബാബല്ല. ഇതിൻ്റെ പ്രത്യേകത എന്നത്, ഇത് ബാബുൻ എന്നുള്ളത് പിന്നെ ഹഖീഖിയായിട്ട് പ്രയോഗിക്കും. ഈ ഡോർ അത് ആലങ്കാരികമായി പ്രയോഗിക്കും. അതാണ് കിതാബിലുള്ള ബാബ്. അതെ. പിന്നെ ഇതിന് കുറേ പ്രത്യേകതകൾ വരെയുണ്ട്. ക്രിയയായിട്ട് പ്രയോഗിക്കും, ഇസ്മായിട്ട് പ്രയോഗിക്കും, പിന്നെ അതേപോലെ തന്നെ പല പ്രയോഗങ്ങളുണ്ട് ബാബ് തന്നെ. ഒരു ബാബിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത്. വദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുക മിൻ അബ്വാബിൻ മുതഫർരിഖത്തിൻ, മുതഫർരിഖത്തായ ബാബുകളിലൂടെ. മുതഫർരിഖ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങൾ, വേറെ വേറെ ഡോറുകളിലൂടെ, വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കൂ. അത് ഈ പണ്ട് കാലങ്ങളിലൊക്കെ എന്താ? പണ്ട് കാലങ്ങളിലൊക്കെ ഒരു നാട്ടിലേക്ക്, ഇനി ഒരു ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ഇനി ഒരു പട്ടണത്തിലേക്കോ പ്രവേശിക്കാൻ ഒരു പ്രത്യേക ഡോറാണ്, പ്രത്യേക ഡോർ. ചില പിന്നെ സ്ഥലത്ത് പിന്നെ ചില ഏരിയകളിൽ പിന്നെ വലത് ഭാഗം അല്ലെങ്കിൽ ഇടത് ഭാഗം
തെക്ക് അങ്ങനെ നിർണിത ബാബുകളാണ്. കാരണം അവിടെ കാവൽക്കാരെ നിർത്തിയാൽ മതി പരിശോധിക്കാനൊക്കെ. എല്ലായിടത്തും കൂടി പറഞ്ഞു തരുന്ന അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇത് ചെക്കിങ്ങിനും അതേപോലെ തന്നെ പരിശോധനക്കൊക്കെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നിർണിത ബാബുകളായിരിക്കും ഓരോ നാട്ടിലേക്ക് പ്രവേശിക്കാൻ. ഇനി നാട്ടിൽ തന്നെ ചില ഓരോ പട്ടണത്തിലേക്കോ അതൊക്കെ നാടിൻ്റെ നാഗരികതയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പെട്ടതാണ്. ഇവിടെ മിസ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളൊരു വാതിലിലൂടെ പ്രവേശിക്കരുത്, വേറെ വേറെ ബാബുകളിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാവാം. ഇനി അതല്ല കൊട്ടാരത്തിലേക്കാണെങ്കിലും അങ്ങനെ ആവും. പക്ഷെ ഇതിൻ്റെ കാരണം എന്തുകൊണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാകുക. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈ. വമാ ഉഗ്നി അൻകും, നിങ്ങളെ തൊട്ട് ഞാൻ ഉപകരിക്കുകയില്ല. മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന്, വിധിയെ സംബന്ധിച്ച് മിൻ ഷൈഇൻ, യാതൊരു നിലക്കും. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഇനിൽ ഹുക്മു ഇല്ലാ എന്ന് പറഞ്ഞാൽ മൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അൽ ഹുക്മു ഖദാ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി അത് അള്ളാഹുവിന് അല്ലാതെ ഇല്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അലൈഹി തവക്കൽതു, അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിച്ചു. വ അലൈഹി, അവനിൽ മാത്രം ഫല്യതവക്കൽ, ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ അൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരല്ല. ഞാൻ ഒരർത്ഥം പൊതുവെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ കുറേ മസാലകളുണ്ട്. ഒന്ന്, കനാൻ ദേശത്ത് നിന്ന് തൻ്റെ മക്കൾ മിസ്റിലേക്ക് പോകുമ്പോൾ വാപ്പ യാത്ര അയക്കാണ്. ആ യാത്ര അയക്കുമ്പോൾ പിതാവിൻ്റെ ആ ഒരു ഗുണകാംക്ഷ, മക്കളുടെ സുരക്ഷിതത്വം, അത് ആ വാപ്പാൻ്റെ ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയാണ്, നിങ്ങൾ ഒരു ബാബിലൂടെ പ്രവേശിക്കരുത്, വിവിധ വാതിലുകളിലൂടെ പ്രവേശിക്കൂ എന്ന് പറയാം. അതെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്ത് പ്രയാസം? അങ്ങനത്തെ വാതിലാവൂല. അത് കൊട്ടാരത്തിൻ്റെ വാതിലാണെങ്കിൽ തന്നെയും നമ്മളെ അതാണ് അതിലെ വിഷയം. ഇപ്പോൾ ചിലർ പറഞ്ഞത് അതാണ്. ചിലർ പറഞ്ഞത് ഇവിടെ ഐനിൻ്റെ വിഷയമുണ്ട്. ഐനിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ കണ്ണേറിൻ്റെ വിഷയം. ചിലർ പറഞ്ഞത് ഇവിടെ ഹസദിൻ്റെ വിഷയമുണ്ട്, അസൂയ. ചിലർ പറഞ്ഞത് ഇവിടെ ഒരു പൊതു ഇസാബത്ത്, എന്തെങ്കിലും ഒരു പൊതു ബാധ, ഇങ്ങനെയൊക്കെ വരാം. ഈ ഇസാബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ലാ തദ്ഖുലു മിൻ ബാബി വാഹിദ് വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ തവണ പറഞ്ഞില്ലല്ലോ. ആദ്യ തവണ എത്ര ആളാണ് വന്നത്? 10 ആളാണ് വന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ്. ആദ്യ തവണ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? അപ്പോൾ 2 തവണ യാത്ര അയച്ചല്ലോ. കനാൻ ദേശത്ത് നിന്ന് തൻ്റെ 10 മക്കളെ ആദ്യം പറഞ്ഞയച്ചില്ലേ, എന്നിട്ടല്ലേ അവരിത് കൊണ്ടുവന്നത്. അവിടെ പോയിട്ട് വിദായത്ത് നൽകിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നില്ലേ. അപ്പോൾ ആദ്യ തവണ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. വാപ്പ 2ാം തവണയാണ് മക്കളെ എവിടേക്ക് അയക്കണത്? മിസ്റിലേക്ക് അയക്കണത്. പക്ഷേ ആദ്യ തവണ എന്ത് പറഞ്ഞിട്ടില്ല? ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ എന്ന് പറഞ്ഞില്ല, പറഞ്ഞയക്കുക ചെയ്തത്. പക്ഷേ 2ാം തവണ പോകുമ്പോഴാണ് ഇതിനകത്ത് പറയുന്നത് ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ. അതെന്തുകൊണ്ട്? അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം മനസ്സിലാവും. ചിലർ പറഞ്ഞത് അതെന്തുകൊണ്ട്? ബിനിയാമീൻ കൂടെ ഉള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത് എന്നാണ്. കാരണം 10 പേര് പോയപ്പോണ്ടല്ലോ വാപ്പാക്ക് വലിയ ഇതൊന്നുമില്ല അവരോട്. കാരണം എന്താ, യൂസുഫിനെ ചതിച്ച് ആ വിഷമമൊക്കെ ഉണ്ടല്ലോ, വാപ്പാക്കുള്ളൊരു വേദന ഉണ്ടല്ലോ, അത് കാരണത്താൽ അവരോട് പറഞ്ഞില്ല. പക്ഷെ ബിനിയാമീൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. 2ാമത്തെ തവണ ഇവർ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇവർ മിസ്റിൽ പ്രത്യേകം നോട്ടപ്പുള്ളികളാണ്. ഇവർ ആദ്യമായിട്ട് കനാൻ ദേശത്ത് നിന്ന് വന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അസീസ് മിസ്റാണ്, മിസ്റിൻ്റെ അസീസാണ്. യൂസുഫ് പറയണപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ഷെയ്ഖൻ കബീറ, വൃദ്ധനായൊരു വാപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അസീസ് മിസ്റിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ആരാണ് അസീസ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അസീസാണ്, അവിടുത്തെ പ്രഭുവാണ്. ഈ പ്രഭുവിൻ്റെ അടുക്കൽ ഇവർ കനാൻ ദേശത്ത് നിന്ന് 10 പേര് വന്ന മാത്രയിൽ അവരെ പ്രത്യേകം ചെയ്തു, പ്രത്യേകം സ്വീകരിച്ചു. ഖൈറുൽ മുൻസിലി എന്ന് പറഞ്ഞില്ലേ,
ഞാൻ നിങ്ങളെ നന്നായി സൽക്കരിച്ചു എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഊഫിലക്കും കയ്യിലിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. പിന്നെ പിന്നെ അവരുടെ വിധാനത്തെ അവരിലെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ. അവർ കൊണ്ടുവന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ കൊടുത്തു, ബാക്കിയുള്ളവരൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ എന്താണ് അവിടെ ഒരു പ്രത്യേക നോട്ടപ്പുള്ളികളാണ്. അതല്ലേ, ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം നേരിടുന്ന കാലമാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തെ പ്രത്യേകം ഒറ്റ വരവിൽ തന്നെ നന്നായി അന്ന് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുമ്പോഴും ഇനി ഇവർക്ക് കിട്ടും. ഇതൊരു പ്രത്യേക പരിഗണൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇവരെ മിസ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവരെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ആളുകളുണ്ടാവും. അന്നത്തെ കാലം നടത്തണമെങ്കിൽ ഇതാണ്. ഇപ്പോൾ യൂസഫിനെ എന്ന് പറഞ്ഞൊരു കുട്ടീനെ കിട്ടുന്ന കിട്ടിയപ്പോൾ ഉടനെ മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ കാലമാണ്. ഇതിന് വാപ്പുണ്ടോ ഉമ്മ ഉണ്ടോ എന്നുള്ള പരിസരത്ത് പോലും ചോദിക്കാതെയാണ് എന്ത് ചെയ്തത് കൊണ്ടുപോയിട്ട് ഈജിപ്റ്റ് കൊണ്ടുപോയി വിറ്റത്. അപ്പോൾ ആ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വഴിയിൽ ആക്രമിച്ചേക്കാം. പ്രത്യേകിച്ച് ഈജിപ്തിലേക്ക് കടക്കുന്ന ആ കവാടം, അതിൽ ഇവർ എന്തു ചെയ്യും, അക്രമത്തിന് വിധേയരായേക്കാം. അതുകൊണ്ട് ആ അക്രമത്തിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ വഴിയിലൂടെ പ്രവേശിക്കേണ്ട, വ്യത്യസ്ത വഴികളിലൂടെ പ്രവേശിക്കുക എന്നുള്ളതാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമോട് ഉദ്ദേശിച്ചതെന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത്. അതേ വിഷയം തന്നെയാണ് ഈ അസൂയൻ്റെ വിഷയവും. അസൂയൻ്റെ വിഷയം എപ്പോഴാണ് അസൂയ ഉണ്ടാകുക? എന്താ ഈ അസൂയ? അസൂയ എന്താ? ഹസദ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ നിയമത്ത് അത് പോയി പോകാനുള്ള പൂതി. അത് കാരണത്തിൽ തന്നെ ഒരാൾക്ക് നിയമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനസ്സിന് പിന്നെ ഇതായിരിക്കും, ഉമിത്തി പോലെ ആയിരിക്കും, നീറിക്കൊണ്ടേയിരിക്കും. ആ ഏർപ്പാടാണ് പിന്നെന്ത് ഈ ഹസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്താ ഹദീസിൻ്റെ ഒരു പ്രയോഗമുണ്ട്, പറഞ്ഞു പിന്നെ മറച്ചു വെക്കാൻ പറഞ്ഞില്ലേ. കാരണം എല്ലാ നിയമത്തുള്ള ആളുകളും മഹ്സൂദാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മറച്ചു പിടിക്കാൻ പറഞ്ഞു, ആവശ്യങ്ങളെ മറച്ചു പിടിക്കാൻ പറഞ്ഞു. കാരണം എല്ലാ നിയമത്തുള്ളവനും മഹ്സൂദാണ് എന്ന് പറയുന്നത് ഹദീസ്. ഇവർ നോക്കി, ഇവർ 10 പേര് വന്നു, അവർക്ക് നന്നായി കിട്ടി, കൊട്ടാരത്തിൽ സ്വീകരണം കിട്ടി. അസീസ് മിസ്ര അവരെ പ്രത്യേകം ചേർത്ത് വെച്ചു. അവർക്ക് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വലിയ നിയമത്തല്ല അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവരോട് അസൂയുള്ള ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അസൂയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അസൂയ ഉണ്ടായിട്ട് ഈ ദുനിയാവിൽ നടന്നത് എന്താ? ആദ്യ പാപം എന്താ? കൊലപാതകമാണ്. ഹാബീൽ ഹാബീലിനെ കൊല്ലാൻ കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാബീലിൻ്റെ കുർബാന സ്വീകരിച്ചു, തൻ്റെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ സ്വീകരിച്ചു, അവനൊരു അനുഗ്രഹം കിട്ടിയത് കാരണത്താൽ ഹാബീലിന് അവനോട് അസൂയായി. ഇല്ല അക്തുലന്നൊക്കെ, ഞാൻ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൊല്ലും ചെയ്ത്. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ അപകടം. അതുകൊണ്ട് തന്നെ ഈ അസൂയ ഏൽക്കുകയും അസൂയപ്പുറത്ത് അപകടം ഉണ്ടാവുകയും ചെയ്യുക. അസൂയ ഉണ്ടായാൽ തന്നെ ഇതും അസൂയൻ്റെ മിൻ ഐനി ഹാസിദി എന്നാണ് പറഞ്ഞത് നസ്ലാസൊന്നും. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് പനി, ശക്തമായ പനി, വിഷമം. അപ്പോൾ ഇഷ്തഖൈത്ത്, നിങ്ങൾക്ക് രോഗമായോ പ്രയാസമായോ എന്ന് ജിബ്രീൽ ചോദിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയുന്നത് അതെ. അപ്പോൾ ഉടനെ ജിബ്രീൽ നസ്ലാസ്ലാം തങ്ങളെ കണ്ട മാത്രമേ എന്താ ബിസ്മില്ലാഹി അർത്തീഖ് മിൻകുല്ലി ഷൈഇ യുദീഖ് എന്താ പറഞ്ഞത്? മിൻകുല്ലി ഷൈഇ യുദീഖ് മിൻകുല്ലി ഐനി ഹാസിദിൻ ബിസ്മില്ലാഹി അർത്തീഖ് മിൻകുല്ലി ഐനി ഹാസിദിൻ. അസൂയാലുവിൻ്റെ കണ്ണേറിൽ നിന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് റുഖിയ നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മില്ലാഹി അർഖീഖ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് റുഖിയ നടത്തിയത്. അപ്പോൾ അസൂയാലുവിൻ്റെ കണ്ണേർ ഇതിനെ തുടർന്നത്. അതുകൊണ്ടാണ് അസൂയ ഏൽക്കാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊരു വിഭാഗം. വേറെ വിഭാഗം പറഞ്ഞത് നേരിട്ട്, അതാണ് കൂടുതൽ മുഫസ്സിരിങ്ങൾ പറഞ്ഞത്, കണ്ണേർ ഏൽക്കാതിരിക്കാൻ. ഈ സഹോദരങ്ങളും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൂടുതൽ സുന്ദരൻ, അതിനോടൊത്ത് ബിനിയാമി. പിന്നെ ഈ സഹോദരങ്ങളും അവർ സുന്ദരന്മാരാണ്. അതെങ്ങനെ മനസ്സിലായത്? എങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സ്വപ്നം കണ്ടത്? ഇവരെങ്ങനെ സ്വപ്നം കണ്ടത്? ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ. കൗകബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറാണ്, നക്ഷത്രമാണ്. നക്ഷത്രം സുന്ദരാണ്. ഈ സഹോദരങ്ങൾ അവർ സുന്ദരരായതുകൊണ്ടാണ് ആ രീതിയിൽ കണ്ടത്. വശംസ വൽ ഖമർ റഅയ്തുഹും ലി സാജിദീൻ. മനസ്സിലായി? അപ്പോൾ 11 പേർ സുന്ദരന്മാർ.
അവർ ഒന്നിച്ച് ഒരു വാതിലിലൂടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ഒരു കവാടത്തിലൂടെ മിസ്റിലേക്ക് പ്രവേശിക്കുക. അതവർക്ക് കണ്ണീർ ഏൽക്കാൻ കാരണമാകും. അതിനാലാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊരു ഹക്കുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ കാന യതഅവ്വദു മിനൽ ജാന്നി വഅൈനിൽ ഇൻസാനി ഹത്താ നസലത്തിൽ മുഅവ്വിദതാൻ എന്നാണ് ഒരു ഹദീസിൽ. തുറമുദ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാന്ന് തോന്നുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയത്തേട്ടം നടത്തുമായിരുന്നു. മിനൽ ജാൻ ജിന്നുകളിൽ നിന്ന്, വഅൈനിൽ ഇൻസാൻ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ഹത്താ നസലത്തിൽ മുഅവ്വിദതാനി ഇറങ്ങുന്നത് വരെ റസൂലുള്ളാഹി എന്ത് ചെയ്യുമായിരുന്നു? അഭയത്തേട്ടം നടത്തുമായിരുന്നു. ഫലമ്മ നസലത മുഅവ്വിദതാനി ഇറങ്ങിയപ്പോൾ തറക്കമാ സിവാഹുമായെന്നാണ്, അതല്ലാതെയുള്ള അഭയത്തേട്ടം ഒഴിവാക്കിയെന്നാണ്. ഏതാ ഈ മുഅവ്വിദതാനി? ഖുൽ റബ്ബിൽ ഫലക സൂറത്തും ഖുൽ റബ്ബിൻ നാസ് സൂറത്തും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യതഅവ്വദു മിനൽ ജാനി വഅൈനിൽ ഇൻസാൻ, ജിന്നുകളിൽ നിന്നും മനുഷ്യൻ്റെ കണ്ണേറിൽ നിന്നും അഭയം തേടിയിരുന്നു എന്നാണ്. കണ്ണേർ ഭയങ്കര പ്രശ്നമാണ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് ശാസ്ത്രമതങ്ങൾ ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന യഅ്മുറു ബിൽ ഇസ്തിർഖാഇ മിനൽ ഐൻ, കണ്ണേറിൽ നിന്ന് റുഖിയ നടത്താൻ കൽപ്പിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉൻതു അളഉ യദി അലാ സദ്രിഹി, റസൂൽ എന്നാണ് നെഞ്ചിന്മേൽ ഞാൻ എൻ്റെ കൈവെക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കണ്ണേറിൽ നിന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് റുഖിയ നിർവഹിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അതിൽ കാണാം, ഇംസഹിൽ ബഅസ റബ്ബന്നാസ് ലിഅന്ന ശിഫാഅ ബിയദിക് ലാ കാശിഫ ലഹു ഇല്ലാ അൻത്. ആയിഷ റളിയല്ലാഹു തആല കണ്ണേറിൽ നിന്ന് റസൂലുള്ളാഹിക്ക് റുഖിയ നടത്തുന്നതിൽപ്പെട്ടതാണ് ഇംസഹിൽ ബഅസ് റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബെ, ഇംസഹിൽ ബഅസ് പ്രയാസം നീക്ക്, ഇന്നമ ഷിഫാഉ ബിയദിക കമ ഷിഫ നിൻ്റെ കയ്യാലാകുന്നു, ലാ കാശിഫ ലഹു ഇല്ലാ അൻത്, ഈ പ്രയാസം അത് പോക്കാൻ നീ അല്ലാതെ ആരുമില്ല എന്ന് കണ്ണേറിൽ നിന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തിരുനബിയുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് റുഖിയ നടത്താറുണ്ടായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കാണ്, ഹല്ലസ്തർഖൈതും മിനൽ ഐൻ, കണ്ണേറ് ഏറ്റിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിന് റുഖിയ ചെയ്തു കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായി? ഉമ്മു സലമ റളിയല്ലാഹു തആല പറയുന്ന ഒരു ജാരിയത്ത് എൻ്റെ അടുക്കലുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്തിങ്ങനെ ഒരു മഞ്ഞ വിളർച്ച പരന്നിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവർക്ക് വേണ്ടി നിങ്ങൾ മന്ത്രിക്കൂ, ഫഇന്ന ബിഹാ നബ്റത്തുൻ, അതിന് കണ്ണേറ് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ, ജാഫർ ബിൻ അബി താലിബ് ഷഹീദായത് ജാഫർ മുഅ്തയിൽ ഷഹീദായി. അപ്പോൾ ജാഫർ ഷഹീദായതിൽ പിന്നെ അസ്മാ റളിയല്ലാഹു തആല ഭയങ്കര വിഷമിച്ച് അവന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ വിഷയം പറയുമ്പോൾ, ഞാനാണ് അവരുടെ രക്ഷകൻ എന്ന് പറഞ്ഞ റസൂൽ അത് ഏറ്റെടുക്കുന്നുണ്ട്. അസ്മാ ബിന്തു ഉമൈസിനെ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഏതായാലും കുട്ടികളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുഹമ്മദ്, അബ്ദുള്ള, ഔൻ, ഇതൊക്കെ ജാഫറിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നോക്കും ഇവരെ കുട്ടികളെ. അപ്പോൾ ഒരിക്കൽ അവർ റസൂൽ അങ്ങനെ എന്താ കണ്ട് ഭാര്യത്തായിട്ട് കണ്ടു എന്നാണ്, പറ്റ മെലിഞ്ഞ് ക്ഷീണിച്ച് കണ്ടു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ബാലു അബിനാ ഔലാദ് ഇബ്നി അമ്മി, എൻ്റെ പിതൃവ്യപുത്രരുടെ മക്കൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. പിതൃവ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അബി താലിബിൻ്റെ മക്കളാണ് ജാഫറിൻ്റെ മക്കളല്ലേ, ഇവർക്ക് എന്ത് പറ്റി നോക്കണം. അപ്പോൾ അസ്മാ ബിന്തു ഉമൈസ് പറയുന്നത്, യതസറഉ ഇലൈഹിമുൽ ഐൻ, മക്കൾക്ക് കണ്ണേറ് പെട്ടെന്ന് ഏൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ശരി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്മ ചോദിക്കുന്നുണ്ട്, റസൂലെ ഞങ്ങൾ ഈ കണ്ണേറിൽ നിന്ന് റുഖിയ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്ന റുഖിയ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇർഖീഹിം, അവർക്ക് റുഖിയ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ ബിന്തു ഉമൈസിനോട് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിഷയം
ഇന്നൽ ഐന ഹക്കുൾ, കണ്ണുകൾ ഏൽക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യം അല്ലേ. അത് നബിസ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത് ഇന്നൽ ഐന തുദ്ഖിലുൽ ഇൻസാന ഫിൽ ഖബർ വൽ ഐന ഫിൽ ഖിദർ എന്നാണ്. അല്ലെങ്കിൽ തുദ്ഖിലുൽ ഇൻസാനൽ ഖബറ വൽ ഐനൽ ഖിദർ എന്നാണ്. വൽ ജമലൽ ഖിദർ, അസ്തഗ്ഫിറുല്ലാഹ്. കണ്ണേറ് അത് മനുഷ്യനെ ഖബറിലും ഒട്ടകത്തെ കലത്തിലും എത്തിക്കുന്നുണ്ട്. ഖദറിനെ വല്ലതും മുൻകടന്നിരുന്നുവെങ്കിൽ കണ്ണേറ് മുൻകടക്കുമായിരുന്നു എന്ന ഹദീസുണ്ട്. ലൗ അന്ന ശൈഅൻ സബഖുൽ ഖദർ ലസബഖതുഹുൽ ഐൻ എന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണല്ലോ ഇവിടെ സംഭവിക്കുക. അള്ളാഹുവിൻ്റെ വിധിയെ തെറ്റിച്ച് വല്ലതും ഇവിടെ സംഭവിക്കുമായിരുന്നെങ്കിൽ കണ്ണേറിന് അതിന് സാധിക്കുമായിരുന്നു എന്നർത്ഥത്തിൽ. അത്ര ദുസ്സാധീനാണ് അതിന്. മനുഷ്യനെ ഖബറിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആളെ കൊല്ലുക എന്നതിൻ്റെ അർത്ഥം. ഒട്ടകത്തെ കലത്തിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ കൊല്ലുക എന്നതിൻ്റെ അർത്ഥം. അത്ര ദുസ്വാധീനാണ് ഈ കണ്ണേറിന്. ഭയങ്കര ചില മാറ്റങ്ങൾക്ക് പ്രയാസേറ്റു എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹി അർഖീക് മിൻ ശർരി കുല്ലി നഫ്സിൻ വമിൻ ശർരി ഐനിൻ ഹാസിദിൻ പിന്നെ അള്ളാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. ആ ദുആ അങ്ങനെയാണ്, നമ്മൾ വിട്ടുപോയി. ഏതായാലും പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് റുഖിയ നടത്തിയതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊരു മഹാവിഷയം തന്നെയാണ് കണ്ണേറ് ഏൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞതാണ് വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. നമുക്ക് ചില കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഇതിനോട് പൂർത്തീകരിക്കാം ബിഇദ്നില്ലാ. അല്ലാഹു സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.